യഹൂദ മതത്തിൻ്റെ വളർച്ചയും പരിവർത്തന ഘട്ടങ്ങളും. ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന ഏറ്റവും പുരാതനമായ മതമാണ് യഹൂദമതം. ബഹുദൈവ വിശ്വാസവും മൂർത്തി പൂജയും നിലനിന്നിരുന്ന കാലത്താണ് യഹൂദൻ്റെ വലിയ ഗോത്രപിതാവായ അബ്രഹാം ദേവാരാധന ഉപേക്ഷിച്ചു ഏകദൈവത്തിൻ്റെ വിളി കേട്ടു സ്വദേശം വിട്ടു കനാനിലേക്ക് യാത്രയായത്. അക്കാലത്തെ അബ്രഹാമിൻ്റെ കുടുംബക്കാർ ഉൾപ്പെടെ ഊർ എന്ന പട്ടണത്തിലുള്ളവർ എല്ലാവരും ചന്ദ്രദൈവത്തെ ആരാധിക്കുന്നവരായിരുന്നു. അബ്രഹാമിനൊരു ഏകദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ടായത് അന്നത്തെ കാലത്തെ സംബന്ധിച്ചിടത്തോളം തികച്ചും അസാധാരണവും അപൂർവമായ ഒരു അനുഭവമായിരുന്നു. നൂറ്റാണ്ടുകൾ കടന്നുപോയപ്പോൾ യഹൂദ മതത്തിൻ്റെ വളർച്ചയിലും പരിവർത്തനങ്ങൾ ഉണ്ടായി. യൂദാശത്തിൽ ദൈവിക വെളിപ്പാട് പരിപാടിയായി ഭാഗമായും വിവിധമായുമായിരുന്നു. എബ്രായർ 1:1 ഗോത്രപിതാക്കന്മാരായിരുന്ന അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും ലഭിച്ച ദൈവിക വെളിപ്പാടിനേക്കാൾ അധികം വിവിധമായ നിലയിലാണ് ദൈവം മോശയ്ക്ക് വെളിപ്പെട്ടത്. മോശയ്ക്ക് ദൈവം വെളിപ്പെടുത്തിയതിനേക്കാൾ കൂടുതൽ ദൈവിക സത്യങ്ങളും ആലോചനകളും പിൽക്കാലത്തെ പ്രവാചകന്മാർക്ക് വെളിപ്പെട്ടിരുന്നു. ഇങ്ങനെ യഹൂദ മതത്തിൽ ഭാഗമായി വിവിധ കാലങ്ങളിൽ ഉണ്ടായിരുന്ന വളർച്ചയെ 4 ഘട്ടങ്ങളിലായി തിരിക്കാവുന്നതാണ്. 1. അബ്രഹാം മുതൽ മോശ വരെ BC 2000 BC 1250. മോശ മുതൽ ബാബേൽ പ്രവാസം വരെ BC 1250 BC 586. ബാബേൽ പ്രവാസം മുതൽ AD 70 രണ്ടാം ദേവാലയത്തിൻ്റെ നാശം വരെ BC 586 AD 70. രണ്ടാം ദേവാലയ നാശത്തിന് ശേഷം AD 70.